ഹലോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്. കാണാനിത് പൊറാട്ടയുടെ അത്ര ലുക്കൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ പൊറാട്ടയുടെ അതേ ടേസ്റ്റ് തന്നെയാണ്. വീട്ടിൽ ചോറൊക്കെ ബാക്കിയാവുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു. ഇതിൽ കാണിച്ച അളവിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ 16 എണ്ണം വരെ ഉണ്ടാക്കാം. പൊറാട്ടയെ പോലെ തന്നെ ഒരുപാട് ലേയേഴ്സൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. മിക്സിയുടെ ജാറെടുത്ത് ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചോറ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 250 ml കപ്പിന് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണിലും കുറച്ചധികം ഉണ്ട്, 1/2 ടീസ്പൂണില്ല. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് കുഴച്ചെടുക്കണം. ഇത് കുഴച്ചെടുക്കാനായിട്ട് നമ്മൾ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ചോറും മുട്ടയും ആ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തുകൊണ്ട് മാത്രമാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. ഇത് കഴിക്കുമ്പോൾ ഒരു പൊറാട്ടയുടെ ടേസ്റ്റാണ്. പൊറാട്ടയ്ക്ക് കുഴച്ചെടുക്കുന്ന പോലെ ഒരുപാട് സമയം കുഴച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ ഒരുപാട് സമയം ഫസ്റ്റ് ചെയ്യാൻ വെക്കും വേണ്ട. ഇത് കുഴച്ചെടുത്ത ഉടനെ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തത് കറക്റ്റാണ്. നമുക്കിതിലേക്ക് വേറെ പൊടി കൂട്ടേണ്ടി വരികയൊന്നും ചെയ്തിട്ടില്ല. ഇത് കുഴച്ചെടുക്കാൻ തുടങ്ങുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പോലെയൊക്കെ തോന്നും. കുഴച്ച് ശരിയാകുമ്പോൾ അത് ലെവലായിക്കോളും. പിന്നെ മുകളിലേക്ക് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഇത് ചപ്പാത്തി മാവിനേക്കാൾ ഒന്ന് ലൂസായിരിക്കണം. മാവ് റെഡി ആയിട്ടുണ്ട്. ഇത് 2 ബോളാക്കി എടുക്കാം. അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല. ഇതൊന്നൊരു ബോൾ എടുത്തിട്ട് പരത്തിയെടുക്കാം. അതിനായിട്ട് മൈദപ്പൊടി സ്ലാബിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. അത്യാവശ്യം വലുപ്പത്തിൽ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് പലകയിൽ വെച്ച് പരത്താത്തത്. നല്ല വലുപ്പത്തിൽ തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ എല്ലാ ഭാഗത്തും എണ്ണയൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു സൈഡിൽ നിന്ന് ഇതൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് എത്രത്തോളം വലുപ്പം വേണമെന്നുള്ളതിനനുസരിച്ച് നമുക്ക് ഈ മാവ് മുറിച്ച് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചത് ഓരോന്നും എടുത്ത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്ത് വെച്ചതെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. എനിക്കിത് 14 എണ്ണമാണ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത്. നമ്മൾ എത്ര വലുപ്പത്തിലാണ് കട്ട് ചെയ്യുന്നത് എന്നതിനനുസരിച്ചിരിക്കും. പത്തിരി പലകയിൽ പൊടിയിട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് പരത്തിയെടുക്കാം. എല്ലാതും ഇതുപോലെ ഒന്ന് പരത്തിയെടുത്ത് വരാം. ഇതൊന്ന് ചുട്ടെടുക്കാം. ദോശക്കല്ലിലാണ് നമ്മളിത് ചുട്ടെടുക്കുന്നത്. അതിനായിട്ട് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലും എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ കുമിളകൾ വന്നു തുടങ്ങുമ്പോൾ തന്നെ ഇത് തിരിച്ചിട്ട് കൊടുക്കാം.
വീണ്ടും ഇതിൻ്റെ മുകളിൽ എണ്ണ തടവി കൊടുക്കുന്നുണ്ട്. എണ്ണ വേണ്ടാന്നുള്ളവർക്ക് ഇത് ഒഴിവാക്കാവുന്നതാണ്. 2-3 തവണയൊക്കെ തിരിച്ചു മറിച്ചിട്ട് വേവിച്ചതിന് ശേഷം ചട്ടിയിൽ നിന്ന് മാറ്റാവുന്നതാണ്. മൈദയല്ലേ, കൂടുതൽ സമയം വേവട്ടെ എന്ന് കരുതി ഒരുപാട് സമയം ചട്ടിയിൽ വെച്ച് കല്ല് പോലെ ആക്കരുത്. പൊടി വെച്ച് പരത്തിയത് കൊണ്ട് തന്നെ ചട്ടിയിൽ പൊടിയായിട്ടുണ്ടാവും. അടുത്തത് ഇടുന്നതിൻ്റെ മുമ്പ് ചട്ടി ഒന്ന് തുടച്ചു കൊടുക്കാം. പൊടിയില്ലാതെയും പരത്തിയെടുക്കാം. എണ്ണ ഒന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം കയ്യിലും കുറച്ച് എണ്ണയാക്കി കൊടുക്കാം. എന്നിട്ട് പൊറോട്ട പരത്തുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ ചട്ടിയിൽ എണ്ണ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലും എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കാം. 2-3 തവണ തിരിച്ചു മറിച്ചിട്ട് വേവിച്ചതിന് ശേഷം ചട്ടിയിൽ നിന്ന് മാറ്റാം. പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇത് ചൂടോടുകൂടി തന്നെ പൊറോട്ട അടിച്ചെടുക്കുന്ന പോലെ അടിച്ചെടുക്കാം. പൊറോട്ടയുടെ അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല എന്നുണ്ടെങ്കിലും ലെയറായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ചോറ് ബാക്കിയാകുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടു. ഒന്നെടുത്ത് കീറി കാണിച്ചു തരാം. പൊറോട്ടയൊക്കെ കീറും പോലെ തന്നെ ഒരുപാട് ലെയേഴ്സ് ഉണ്ട് ഇതിൽ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.